മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ UDF എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടുതലുള്ള അതല്ലെങ്കിൽ ന്യൂനപക്ഷ അപ്പീസ്മെന്റ് നടത്തുന്ന ഒരു മുന്നണിയാണ് എന്നൊരു പ്രചരണം എന്നൊരു നറേറ്റീവ് കാര്യമായി പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് സാമുദായിക സംഘടനകളും ആ നറേറ്റീവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുമെന്ന പരാമർശം നടത്തിയത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. ചില CPM നേതാക്കളും AK ബാലനെ പോലുള്ള ആളുകളും ആ പരാമർശം നടത്തി. അപ്പോൾ അതൊരു സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമായി തോന്നുന്നുണ്ടോ? ഇല്ലില്ല, അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടിടത്ത് ആളുകൾ മറന്ന ഒരു കാര്യം, എത്രയോ വർഷം മുമ്പുള്ളൊരു സംഭവം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കിയത്. മുറിവിലെ എണ്ണ പകരുന്നതിന് പകരം അദ്ദേഹം ആ മുറിവിലേക്ക് വീണ്ടും അദ്ദേഹം വിഷം അല്ലെങ്കിൽ അത് ആളിക്കത്തിക്കാനുള്ള തീയാണ് അവിടെ വെച്ചത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇതിനോടകം വന്നിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി UDFനുള്ള ബന്ധം എന്താണ്? അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചു എന്നുള്ളതിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി എങ്ങനെയാണ് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സഹകരണവും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഒരു സഹകരണവും. അത് AK ബാലൻ തെറ്റായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ടതായിട്ട് തോന്നുന്നു. ഗോവിന്ദ മാഷ് തന്നെ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതായത് വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് സീറ്റ് കൊടുക്കില്ലോ എന്നുള്ളതൊന്നുമല്ല, അതിന് സാധ്യത ഞാനും കാണുന്നില്ല. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകാര്യമാണോ? ഞങ്ങൾ വോട്ട് ആരുടെയും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയമായ അങ്ങനെ ഒരു ബന്ധമില്ല, രാഷ്ട്രീയമായി യാതൊരു ബന്ധമില്ല, വെൽഫെയർ പാർട്ടിയുമില്ല, ഒരു ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഈ വിഷയം സജീവമായി ചർച്ച നടത്തുകയും മറ്റുമൊക്കെ ചെയ്തു. അന്ന് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDFനെയാണ് പിന്തുണച്ചത്. അന്ന് VD സതീശൻ പറഞ്ഞ ഒരു വാചകം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, സതീശൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളെ എതിർക്കുന്ന CPMനെ അത് എതിർക്കാനുള്ള അവകാശമില്ല. മുഖ്യമന്ത്രിയാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്. അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ ചിത്രങ്ങളുമാണ് സതീശൻ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രകടിതമാക്കിയത്. മുഖ്യമന്ത്രിക്ക് അത് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് UDF പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഞങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകുന്നത് എന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യയ ശാസ്ത്ര പ്രചാരകനാണ്. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയത്തിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ UDF ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നുണ്ടോ? ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അവരെ വെള്ളപൂശിയിട്ടില്ല, അവരുമായിട്ട് ഞങ്ങൾ യാതൊരു തെരഞ്ഞെടുപ്പ് ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. അതിനപ്പുറത്ത് ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ UDF തന്നെ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചതും മറ്റു നേതാക്കൾ സംസാരിച്ചതും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഞാൻ പറയുന്നത് ചർച്ച, അത് പോസിബിൾ ആണ് ഇനി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഒരു ദൂരം, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമി ചാപ്പ ഞങ്ങളിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടൊരു കോഷ്യസ് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ടോ, സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഞങ്ങൾ അതിൻ്റെ അകത്ത് എല്ലാ കാലത്തുമുള്ള നിലപാട് മതേതര നിലപാട് തന്നെയാണ്.